കണ്ണുകൾ അടച്ചുകൊണ്ട് ഹൃദയമിഴികൾ തുറക്കാം നീതിസൂര്യനായ ഈശ്വരനിലേക്ക്. ദീപ്തമായ വ്യവഹാരത്തിലേക്ക് മനുഷ്യ മനസ്സിനെ ഉണർത്തുന്ന അനിർവചനീയമായ വരികളിലൂടെ ദൈവമേ സ്നേഹത്തിൽ മിഴി തുറക്കൂ. പ്രകാശമേ മിഴി തുറക്കുക വേഗം, കണ്ണിനാലേ നിൻ രൂപം കാണുവാൻ ഇരുളകറ്റിയിടുക, നിൻ വഴിയേ നടക്കാം, വചനവും തന്നരുളുക പാഥേയവാ. പ്രകാശമേ മിഴി തുറക്കൂ, മിഴി തുറക്കൂ, മിഴി തുറക്കൂ. ഇന്നത്തെ താരമായ സൈമൺ മാഷെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരിയേറെ സന്തോഷം അഭിമാനമുണ്ട് ഇത്ര വലിയൊരു സദസ്സിലെ ഇത്ര വലിയൊരു വേദിയിലിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചതിൽ. എനിക്ക് തോന്നുന്നു ഒരാളും ഒരു പക്ഷേ ജന്മദിനം ഇത്ര മനോഹരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാകുകയില്ല. 55 വയസ്സിൽ റിട്ടയർ ചെയ്ത മാഷാണ് സൈമൺ മാഷ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ 60 വയസ്സിൽ റിട്ടയർ ചെയ്യും. ഞങ്ങൾ അച്ഛന്മാരാണെങ്കിൽ 75-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യും. സൈമൺ മാഷ് ഒരു വൈദികനാണെങ്കിൽ ഇന്ന് റിട്ടയർ ചെയ്യേണ്ട പ്രായമാണ്. ഈ പ്രായത്തിൽ പോലും വളരെ അർത്ഥവത്തായ രീതിയിൽ ഒരു പുസ്തകം എഴുതുകയും അതിൻ്റെ പ്രകാശനം തൻ്റെ ജന്മദിനത്തിൽ തന്നെ ഇത്ര പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ വെച്ച് നടത്താനായിട്ട് സാധിച്ചത് നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകമായിട്ട് പ്രിയ വ്യക്തികൾ ഇനിയും സംസാരിക്കാനുണ്ട്. ഞാൻ ആ പുസ്തകത്തിലൂടെ വായിച്ചു പോയ വ്യക്തിയാണ്. ഞാനും വടക്കേത്തലശ്ശനും പ്രകാശകർ വായിച്ചതാണ്. അവിടെ വന്നപ്പോൾ പ്രകാശകൻ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഏകദേശം 1100 കോപ്പി വിറ്റ് കഴിഞ്ഞിട്ടാണ് പ്രകാശനം ചെയ്യുന്നത്. അത്രയേറെ വ്യക്തികളിലേക്ക് ഇന്ന് ആ കോപ്പി എത്തും. അത് വെറുതെ ഒരു കോപ്പിയായിട്ട് സൂക്ഷിക്കാതെ സുവിശേഷത്തിൽ വ്യക്തമായ രീതിയിൽ വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മാഷയുടെ ഗ്രന്ഥം. മാഷയുടെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജന്മദിന മംഗളങ്ങൾ എല്ലാവരും പേരിൽ നേരുന്നു. നമുക്ക് നല്ലൊരു കൈയോടെ മാഷയെ ചടങ്ങ് അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രസംഗം നടത്തി പുസ്തകപ്രകാശനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എന്നുള്ള തോമസ് കാക്കശ്ശേരി ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി KP മോഹനെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. ഒട്ടും സമയം കളയുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ PI സൈമൺ മാസ്റ്റർ എഴുതിയ ബൈബിളിൻ്റെ വ്യാഖ്യാനമായ ദർപ്പണം ഔപചാരികമായി പ്രകാശനം ചെയ്യും.
മോഹൻ അവരുടെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റൊരു നടക്കും. ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന സൈമൺ മാസ്റ്ററുടെ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ ബഹുമാന്യനും ആരാധ്യനുമായ വികാരി ജനറൽ മോൻ തോമസ് കാക്കശ്ശേരിയാണ്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MLA MK അക്ബർ വേദിയിലുണ്ട്. മറ്റ് സൈമൺ മാസ്റ്റർ അടക്കമുള്ള വേദിയിലെ ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സൈമൺ മാസ്റ്ററെക്കുറിച്ച് ഞാനിവിടെ നിന്ന് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു സഹോദര തുല്യനായിട്ട് പല കാര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ മറ്റു രീതിയിലും പ്രവർത്തിക്കുകയും ചെയ്ത സൈമൺ മാസ്റ്ററുടെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ, ദർപ്പണം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്ന, എല്ലാവർക്കും നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എനിക്ക് 4 മണിക്ക് തൃശ്ശൂരിൽ എത്തേണ്ടതുകൊണ്ട് അത് പെട്ടെന്ന് വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ ഇവിടെ, രാത്രി വരെ ഇവിടെ നിൽക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പെട്ടെന്ന് കരുതിയാണ്. പക്ഷേ അതിനുള്ള ക്ഷമ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വളരെ നല്ല അനുഭവമാണ് ഉണ്ടായത്. ആദ്യത്തെ നമ്മുടെ ആലങ്കോട് ബാലകൃഷ്ണൻ്റെ മതഗ്രന്ഥങ്ങളിലെ മാനവികത എന്ന കുറേ അധ്യായങ്ങൾ കേട്ടപ്പോഴും വളരെ സന്തോഷമുണ്ടായി. കാരണം കുറേയൊക്കെ തന്നെ പഠിക്കാൻ ഞങ്ങൾക്കൊക്കെ തന്നെ, എനിക്കും MLAക്കും ഒക്കെ തന്നെ ഉള്ളത്, ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് പലരും പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിനുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. സൈമൺ മാസ്റ്റർ പ്രത്യേകിച്ച് പുസ്തകത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാം, പലരും ഇവിടെ കേട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നിയ 1-2 ചെറിയ കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് ചേർത്ത് അങ്ങനെ ഒരു പഠനം നടത്തുന്ന ഒരു ശൈലി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വായിക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ മാഷ് നമുക്ക് നൽകുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ച് അതെന്താണ് എന്ന് ചോദിച്ച് നമുക്ക് ഒരു ദാഹമുണ്ടാക്കി ഇത് അറിയാനുള്ളൊരു വിശപ്പ് വർദ്ധിപ്പിച്ച് അതിന് ഉത്തരം നൽകുന്നതായിട്ട് അതിനെ കാണുന്നുണ്ട്. മാഷിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നമുക്ക് സുപ്രഭാതത്തിൽ ഡെയിലി ഈ പുതിയ ആധുനിക മാധ്യമം ഉപയോഗിച്ച് തന്നെ നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. അനുദിന തിരുവചന ചിന്തകൾ സാറിന് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കാറുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു പുസ്തകവും ഇന്ന് തിരുവചനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുകയാണ്. സാറിൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഞങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വർഗീയതസിൻ്റെ സിൽവർ ജൂബിലിയുടെ സമയത്ത് എനിക്ക് ഈ പള്ളിയിൽ വികാരിയായിട്ട് ഉണ്ടാകാൻ സാധിച്ചു. ഈ ഗോൾഡൻ ജൂബിലിയുടെ സമയത്തും അച്ഛനെ ആശംസിച്ച് ഒരു വാക്ക് പറയാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അച്ഛന് ശേഷം തൃശ്ശൂർ അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനേജറായിട്ട് പ്രവർത്തിച്ചു എന്നതുകൊണ്ട് തന്നെ അച്ഛൻ ചെയ്ത വലിയ സേവനം അതിരൂപതയ്ക്ക് വളരെ നിയമപരമായി കൃത്യമായി കാര്യങ്ങൾ നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അച്ഛനും ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് വലിയ എല്ലാവർക്കും നമസ്കാരം. സൈമൺ മാസ്റ്റർക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പിറന്നാൾ ആശംസകൾ. മാഷ എഴുതിയിട്ടുള്ള ദർപ്പണം എന്ന പുസ്തകത്തെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ അത് പ്രതിപാദിക്കലുണ്ടായി. ആലങ്കോട് ലീലാകൃഷ്ണൻ വളരെ വിസ്തരിച്ച കാര്യങ്ങൾ പറഞ്ഞു. സാധാരണ പറയാറുണ്ട്, ആലങ്കോട് സംസാരിച്ചാൽ പിന്നെ ആരും സംസാരിക്കുകയാണ് പ്രസക്തിയില്ല. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ ഈ പുസ്തകം വായിച്ചു, എനിക്കിഷ്ടമായി. ചുരുക്കം അങ്ങനെ പറയാം, എനിക്ക് വളരെ ഇഷ്ടമായി. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതായ സംഗതികൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ വളരെ ലളിതമായി സൈമൺ മാഷ്
അത് പ്രതിപാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ സുവിശേഷവും എന്താണ് സുവിശേഷം എന്നും ഓരോ സുവിശേഷം എന്താണ് എന്നും ഈ 4 ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആ 4 സുവിശേഷം, ആ 4 സുവിശേഷതയിൽ കൂടിയിട്ട് അത് വ്യക്തമാക്കുക ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായിട്ട് വിസ്തരിക്കുന്നില്ല കേട്ടോ, വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ള അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ 4 സുവിശേഷകർ എഴുതിയിട്ടുള്ള 17 വിഷയങ്ങൾ സമാനതയുള്ളതാണ്. നേരത്തെ പറഞ്ഞു, എവിടെയാണോ ഏതോ ദിക്കിൽ ഒരേ കാലഘട്ടത്തിൽ പോലും അല്ലാതെ കണ്ട് ജീവിച്ചിരുന്നവർ അവർ ഈ യേശുദേവനെ കുറിച്ചുള്ളതായ ആ വചനങ്ങൾ ഇത് രേഖപ്പെടുത്തിയപ്പോൾ അതിനൊക്കെ തന്നെ സമാനതയുണ്ടായിരുന്നു എന്ന ആ കണ്ടെത്തൽ, ആ സമാനതയിലും ചില വൈവിധ്യങ്ങളുണ്ട് എന്നുള്ള ആ വേർതിരിവുകൾ എന്തൊക്കെ, ആ അന്വേഷണം, ഇതൊരു പുതിയൊരു സമീപനമായിട്ട് ഞാൻ തോന്നുന്നു. ഒരു സവിശേഷമായ ഒരു പ്രതിപാദ്യം എന്നത് ആ കൂട്ടത്തിലാണ് അത് കൃത്യമായിട്ട് പറയുന്നു എന്നുള്ളത്. 17 വിഷയങ്ങൾ സമാനതയുള്ളതാണ് 4 സുവിശേഷകർ എഴുതിയിട്ടുണ്ട്. അതേപോലെ അത് ഏതൊക്കെയാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. 52 സുവിശേഷങ്ങൾ 3 പേര് ഒരേപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2 പേര് ഒരേപോലെ എഴുതിയ വിഷയങ്ങൾ 45 എണ്ണം ഉണ്ട് എന്ന്. ഇതൊക്കെ തന്നെ നഷ്ടം. ഇതിൻ്റെയൊക്കെ താരതമ്യ പഠനം കൂടി നടത്തുക. ഈ താരതമ്യ പഠനങ്ങൾ നടത്തിയിട്ട് ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ പോലെ അതിൽ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം, ആ സമ്പ്രദായമാണ് മാഷെ സംബന്ധിച്ചിടത്തോളം, മാഷ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്ലാഘനീയമായിട്ട് എനിക്ക് തോന്നിയത്. അത് തികച്ചും അഭിനന്ദനാർഹമായ കാര്യം. ബൈബിൾ വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ യേശുദേവനെ കുറിച്ചിട്ടുള്ളതായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ ഓരോന്നും അതെന്താണ് എന്ന് ഉൾക്കൊള്ളാൻ അത് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇത് സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. മാഷ് കണ്ടെത്തിയിട്ടുണ്ട്, ഓരോ സംഗതികൾ പറയുമ്പോഴും ആ സംഗതികളുടെ കാലികമായ പ്രസക്തി എന്താണ്. കുഞ്ഞിനി മാഷിൻ്റെ കവിതയുണ്ടല്ലോ, ഒറ്റിക്കൊടുക്കാനാളായി ചൂടിക്കാൻ മുൾക്കിരീടവും തറയ്ക്കാൻ കുരിശ്. അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ബാക്കി എന്താണെന്നുള്ളതല്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ്. നമ്മുടെ ഉള്ളിൽ പറയുന്നതായിട്ടുള്ള എവിടെയാണോ പ്രതിഷ്ഠിക്കേണ്ടത്, പള്ളിയിലോ മറ്റുള്ള മേടകളിലോ അല്ല, അവനവൻ്റെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അതുവഴി ഉണ്ടാകുന്ന ഒരു സമർപ്പണ ഭാവം ഉണ്ടാകും. അതിൻ്റെ ആ ആത്മീയ തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ എന്ന ഭാവമില്ലാതെ ഇരിക്കുക. പലരും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരെണ്ണം തന്നെയാണ് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു എന്നുണ്ട്, ഒരു സമാധാനവും കിട്ടണില്ല, എന്താ വേണ്ടതെന്ന് വെച്ചു. ഞാൻ മരിച്ചാൽ സമാധാനം കിട്ടും എന്നായിരുന്നു. ഞാൻ മരിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന ഭാവം അതെന്താണെന്നുള്ളത് ആരും കൂടി വ്യക്തമാക്കുന്നത്. ഈ ഞാൻ ഇല്ലാതെ കണ്ടാകുമ്പോൾ ഇനി വേറെ കൂടി തോന്നാറുണ്ടല്ലോ, കുരിശ് അതാണല്ലോ അതിനെ ക്രോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ക്രോസ്. എന്നെയാണ് ക്രോസ് ചെയ്യുന്നത്, ഞാൻ ഇല്ലാതെ കണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ അറിയുക, സ്വാഭാവികമായിട്ടും ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അത് പൂർണ്ണമാണെങ്കിൽ, പൂർണ്ണതയിലേക്കെത്താൻ ഈശ്വരൻ്റെ അവസ്ഥയിൽ മാത്രമാണ്. നമ്മളൊക്കെ വളരെ സാധാരണ നമ്മളിങ്ങനെ ഉയർന്നുയർന്ന് വികസിത വ്യക്തികളായിട്ട് മാറുകയും ഈശ്വരീയമായ തലത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അവിടെ ഈ ദൈവപുത്രന് മാത്രമാണല്ലോ ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടുള്ളത്. ആ തലത്തിലേക്ക് എത്തുന്ന സമയത്തുണ്ടാകുന്ന ആ പൂർണ്ണാനുഭൂതിയുണ്ടല്ലോ, ആ അനുഭൂതിയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു സാഫല്യം, ആ സാഫല്യം ഇവിടെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് വരുന്നു. ആ വ്യക്തി അത് എന്തായാലും ചിരഞ്ജീവിയായി ആരാധിക്കപ്പെടുന്നു. അത് തന്നെയാണ് യേശുദേവനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ചില സംഗതികൾ മാഷ് സൂചിപ്പിക്കുന്നുണ്ട് എന്നത്. അതേപോലെ തന്നെയാണ് ഓരോ ഇത് പറയുന്നത് വെച്ചാൽ വ്യക്തികൾക്കുണ്ടാകുന്ന എന്താ പറയുക, ദ്രവ്യത്തിനോടുണ്ടാകുന്ന ആഗ്രഹം, അത് അമിതമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ടാണല്ലോ യൂദാസിന് ഒറ്റിക്കൊടുക്കാനുള്ള ആ തോന്നലുണ്ടായത്. തന്നെ മുഴുവൻ നശിക്കുകയാണ് ചെയ്ത് അവസാനം ആത്മഹത്യയിലേക്ക് എത്തുന്നു എന്നുള്ള ആ കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഈ ബൈബിൾ വരികൾ വായിക്കുന്നു, വരികൾക്ക് ഇടയ്ക്ക് വായിക്കുന്നു, വരികൾക്ക് അപ്പുറത്ത് വായിക്കുന്നു എന്നാണ്. ആ
ആ വരികൾക്ക് അപ്പുറത്തേക്ക് വായിക്കാനുള്ള പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ദർപ്പണത്തിൽ കൂടിയിട്ട് സൈമ മാഷ് വിശദമാക്കിയിട്ടുള്ളത്. മതി, കൂടുതൽ വിസ്തരിക്കുന്നില്ല, എല്ലാവരും എല്ലാം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ വിസ്തരിച്ച് കഴിഞ്ഞിട്ടാക്കി കേട്ടോ. എന്തായാലും ഞാൻ അത് കൂടുതൽ പറയുന്നില്ല, നേരവും വൈകി എല്ലാവരും ഇതായി. ഒരു കാര്യമുള്ളത്, ഇത് വളരെ ശ്ലാഘനീയമായ സംഗതി. ആ ശ്ലാഘനീയമായ സംഗതിക്ക് മറ്റേ സമയം കണ്ടെത്തിയതിന്, സ്വയം സമർപ്പിച്ചതിന്, അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളതായ ആ പ്രയത്നത്തിന് മാഷ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഏതാണോ ഭദ്രമായിട്ടുള്ളത്, അല്ലയോ ഈശ്വര അത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണേ എന്നൊരു പ്രാർത്ഥന. വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവ യത് ഭദ്രം തന്ന ആസുവ. ആ കൂട്ടത്തിൽ ഇപ്പോഴും അതെ, ഏതാണോ ഭദ്രമായിട്ടുള്ളത്, ഏതാണോ ശ്രേയസ്കരമായിട്ടുള്ളത്, അത് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ഈശ്വര അറിഞ്ഞ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ്ക്ക് ഒരിക്കൽ കൂടി ആയുരാരോഗ്യ സൗഖ്യവും പിറന്നാൾ ആശംസയും പുസ്തകം രചിച്ചതിനുള്ളതായ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഔപചാരികമായ സ്വാഗതം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രശ്നപ്രമുഖർ കൂടിയായ ശ്രീ പി ഐ വാസവ മാഷ് സദസ്സിന് സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തക പ്രകാശന ചടങ്ങും സുഹൃത്ത് സംഗമവും സംഘടിപ്പിക്കുന്നത് പുത്തൂർ ഉപ്പൂർ മാസ്റ്റർ ഏലിയാക്കുട്ടി ഫാമിലി ട്രസ്റ്റാണ്. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും പേരാണ് ഉപ്പ് ഏലിയാക്കുട്ടി. ഞങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശകങ്ങളായിരുന്ന, മാർഗദീപമായിരുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തുടങ്ങട്ടെ. ഈ സമ്മേളനം ഇന്ന് പ്രധാനമായിട്ടും 2 പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പുസ്തക പ്രകാശനം, മറ്റൊന്ന് ഒരു പ്രഭാഷണം. അതിലെ പ്രഭാഷണം എന്ന് പറഞ്ഞ പരിപാടി നടന്നു കഴിഞ്ഞു. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവരുകളായിരുന്നു. വളരെ മനോഹരമായിരുന്നു എന്ന് പറയാൻ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനുള്ള സ്വാഗതവും നന്ദിയും ഒക്കെ നമ്മൾ നേരത്തെ പ്രകടിപ്പിച്ചതാണ്. ഇനി നമ്മുടെ ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഗുരുവായൂർ സെൻറ് ആൻഡ്രീസ് പള്ളി വികാരി സ്നേഹബഹുമാനപ്പെട്ട സെബി ചിറ്റിലപ്പള്ളി അച്ഛൻ അവരാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും ഈ പുസ്തക പ്രകാശനത്തിന് മുൻപായി സൈമൻ ചേട്ടൻ തയ്യാറാക്കിയ പുസ്തകം മുഴുവൻ സമയം വായിച്ചു നോക്കുകയും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുകയും ഞങ്ങളെ വഴിയിലൂടെ നടത്തുകയും ചെയ്ത നിങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് അങ്ങേയറ്റത്തെ ആദരവുണ്ട്. അച്ഛനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് ഏറ്റവും ആദരവും സ്വാഗതം. ഈ സമ്മേളനം സുഹൃത്ത് സഹയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ MLA ശ്രീ NK അക്ബർ അവർകളാണ്. ഞാനിങ്ങനെ സ്വാഗതം പറയുമ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകില്ല, എനിക്ക് പേടിയുണ്ട്. കാരണം 100 കൂട്ടം പരിപാടികളുടെ ഇടയിൽ നിന്നാണ് സമയം കണ്ടെത്തി ഓടി വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാഗതം പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്രമാത്രം വ്യക്തിബന്ധവും സ്നേഹബന്ധവും അദ്ദേഹത്തിനോടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ആളുകളെ കാണുകയും തൻ്റെ MLA പദവി നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും സകലമാന മനുഷ്യരുമായി സൗഹൃദം നിലനിർത്തുകയും ചെയ്തു പോരുന്ന ബഹുമാന്യനായ MLA ശ്രീ NK അക്ബർ അവരുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തക പ്രകാശനമാണ്.
KP മോഹനൻ, മുൻ മന്ത്രിയും MLA-യുമായ അദ്ദേഹത്തിൻ്റെ പോകാൻ തിരക്കുള്ളത് കൊണ്ട് ആ പരിപാടി നേരത്തെ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പുസ്തക പ്രകാശനം നടത്തിയത് തൃശ്ശൂർ അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി അവர்களാണ്. അച്ഛൻ ഈ ഇടവകയിലെ വികാരിയായിരുന്നു. ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെയേറെ അഭേദ്യമായ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഞങ്ങൾ ആ സുഹൃത്ത് ബന്ധവും സ്നേഹബന്ധവും ഒക്കെ നിലനിർത്തി പോരുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിന് വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സർവാത്മന സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി വികാരി ജനറൽ തൃശ്ശൂർ അതിരൂപത അവർക്ക് എൻ്റെ ഹൃദ്യമായ സ്വാഗതം നൽകുന്നു. പരിപാടി പങ്കെടുത്ത് ഇവിടെ നിന്ന് പോയ നമ്മുടെ മുൻ മന്ത്രി, ഇപ്പോഴത്തെ കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ, അദ്ദേഹത്തിന് പ്രത്യേകമായ സ്വാഗതം അദ്ദേഹത്തിന് അസാന്നിധ്യത്തിലാണെങ്കിലും പറയുകയാണ്. അദ്ദേഹം ഇത്രയും ദൂരം, വടകരയിൽ നിന്ന് ഇത്രയും ദൂരം കടന്നു വന്ന് ഈ പരിപാടിക്ക് മാത്രമായിട്ട് വരികയും ഇതിൽ സംബന്ധിക്കുകയും ചെയ്തു. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും അദ്ദേഹം KP മോഹനൻ അവർക്ക് ഹൃദ്യമായ സ്വാഗതം നൽകുന്നു. നമ്മുടെ പുസ്തകത്തെ പറ്റി പരിചയപ്പെടുത്തിയത് നിങ്ങളുടെയൊക്കെ സുഹൃത്തും ബ്രഹ്മസ്വപടം വേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ എൻ്റെ ഒപ്പം നിങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. ജിഷോ മാഷയുടെ സ്കൂളിലെ അധ്യാപകനായിട്ട് ഇവിടെ റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് ഇവിടെ പുസ്തക പരിചയം നടത്തിയത്. വളരെ മനോഹരമായി പുസ്തകം മുഴുവൻ ഇരുന്ന് വായിച്ച് അതിനെപ്പറ്റി മനനം ചെയ്ത് കൃത്യമായ അളന്നു തൂക്കിയ വാക്കുകളിലൂടെ ഈ പുസ്തക പരിചയം നടത്തിയ വടക്കുംപാട്ട് നാരായണൻ മാഷക്ക് കൃത്യമായ സ്വാഗതം നൽകുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യാതിഥി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ ശ്രീ N. കൃഷ്ണദാസ് അവர்களാണ്. തീർച്ചയായും വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രന്ഥകർത്താവിനെ ആദരിക്കുന്നത് LJD ജില്ലാ പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ ശ്രീ യൂജിൻ മൊറേലി അവர்களാണ്. അദ്ദേഹം എത്തിയിട്ടില്ല, എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ശ്രീ യൂജിൻ മൊറേലി അവരുടെ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് സെക്കുലർ ഫ്രാൻസിസ്കൻ ഓർഡറിൻ്റെ സ്പിരിച്വൽ അസിസ്റ്റന്റ്, നമുക്കൊക്കെ പ്രിയങ്കരനായ റവറൻ ഫാദർ ജോസ് പീറ്റർ പോന്നോർ അവர்களാണ്. കൃത്യസമയത്ത് തന്നെ അച്ഛനോട് എത്തിച്ചേർന്നു. അച്ഛനെ പ്രത്യേകമായി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തോമസ് വടക്കേത്തൽ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ നമ്മുടെ ഇടവകക്കാരൻ എന്നതിനേക്കാൾ ഉപരി അച്ഛൻ സൈമൻ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. പാവർട്ടി സെൻറ് ജോസഫ് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ 8, 9, 10 കാലഘട്ടങ്ങളിൽ അന്ന് നമുക്കറിയാം ഓട്ടോറിക്ഷയോ ബസ്സോ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഈ പാലുവായ കുട്ടികളുടെ നടന്ന് സ്കൂളിൽ പോകാനുണ്ടായിരുന്ന കളിക്കൂട്ടുകാരനും സതീർത്ഥ്യനുമായിരുന്ന തോമസ് വടക്കേത്തൽ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പൗരോഹിത്യ ജൂബിലിയാണ്. ആ ജൂബിലി അച്ഛൻ ഇവിടെ ഗുരുവായൂർ ഇടവകയിൽ നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സൈമൻ ചേട്ടൻ്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ജൂബിലി ആഘോഷിക്കുന്ന തോമസ് അച്ഛൻ ഞങ്ങളെല്ലാവരും ജൂബിലി മംഗളങ്ങൾ നേരിട്ടുള്ളപ്പോൾ അച്ഛൻ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സൈമൻ ചേട്ടൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. പിറന്നാളിൻ്റെ കാര്യമൊന്നും അങ്ങനെ പറയേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ 75ാം പിറന്നാൾ ചെറിയ തോതിലാണെങ്കിലും ഇതിനോടനുബന്ധമായി നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. ഈ പിറന്നാളിനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു സംഭാവന ചേട്ടൻ ഈ ആക്സിൻ്റെ ആദ്യകാലത്ത് സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു. ആക്സ് എന്ന് പറയുന്ന സംഘടനയുമായി വളരെയേറെ ബന്ധപ്പെട്ടു പോകുന്ന വ്യക്തിയാണ് ജ്യേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു എളിയ സംഭാവന ആക്സിന് നൽകുന്നുണ്ട്.
ആ സംഭാവന ഏറ്റുവാങ്ങുന്നത് ആക്സിന്റെ പ്രസിഡന്റ് ഞങ്ങളുടെയൊക്കെ ആദരണീയനായ സുഹൃത്ത് ശ്രീ CD ജോൺസൺ അവർകളാണ്. ശ്രീ ജോൺസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസാ പ്രസംഗം നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജീവ ഗുരുവായൂരിൻ്റെ രക്ഷാധികാരി ഡോക്ടർ PA രാധാകൃഷ്ണൻ അവർകളാണ്. വളരെയേറെ ദൂരെ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ PA രാധാകൃഷ്ണൻ സാർ, നിങ്ങളുടെ ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ റഹീംകുട്ടിപ്പിൽ ചില പ്രത്യേക കാരണം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീമതി VH ഹാരി ഫാബി KSSPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അവർ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അവരുടെ ആസ്ഥാനത്ത് അവരുടെ അസാന്നിധ്യത്തിലാണെങ്കിലും അവരെ സ്വാഗതം ചെയ്തു. VH ഹാരി ഫാബിയാണ് കടന്നു വരുന്നത്. ഹാരി ഫാബിയെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് പ്രാർത്ഥനാ ഗാനം ആലപിച്ച ദീപാഗസ്റ്റിൻ, അതുപോലെ തന്നെ ഇന്ന് ദീപത്തെളിയിക്കൽ ചടങ്ങ് നടത്തിയ നമ്മുടെ ഇടവകക്കാരനും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയുമായ റവറൻഡ് ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്തിനെ ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പിറന്നാൾ മധുരം പങ്കുവെക്കുന്ന ചടങ്ങ് നടത്തുന്നത് ഞങ്ങളുടെ സഹോദരൻ ജോസഫിൻ്റെ മകൻ പ്രകാശ് പുത്തൂരാണ്. തൃശ്ശൂർ ഡോളേഴ്സ് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണിപ്പോൾ. പ്രകാശത്തിനെ ഏറ്റവും ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീമതി ഷീജ ജിഷോയാണ്. ഷീജയ്ക്ക് പ്രത്യേകമായ സ്വാഗതം. ഈ പൗരോഹിത്യ സുവർണ ജൂബിലിയിൽ ഫാദർ തോമസ് വടക്കേത്തലയെ ആദരിക്കുന്നത് ഞങ്ങളുടെ സഹോദരനും ട്രസ്റ്റ് പ്രസിഡന്റുമായ ശ്രീ PI വർഗീസ് അവர்களാണ്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ട്രസ്റ്റ് മെമ്പർമാരായ ശ്രീ PI ആൻറ്റോ, ശ്രീ PI ജോസഫ്, ഞങ്ങളുടെ സഹോദരി ശ്രീമതി മേഴ്സി, അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ഇവിടെ ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. എങ്കിലും വളരെയേറെ ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ചില വ്യക്തികളെ പരാമർശിക്കാതിരിക്കാൻ വയ്യ. അതിലൊരു വ്യക്തിയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PR വർഗീസ് അവர்கள். വർഗീസ് മാസ്റ്റർ, കൃത്യമായ സ്വാഗതം. അതുപോലെ തന്നെ തിരുവെങ്കിടം ALP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഗതം. ബ്രദേഴ്സ് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ ചങ്കത്ത്, അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ രവി കാഞ്ഞുള്ളി, അതുപോലെ തന്നെ മമിയു ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ ഗോവിന്ദദാസ്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ, മലയാള മനോരമയുടെ ഉണ്ണികൃഷ്ണൻ, മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ ശ്രീ ജിജിത്ത്, അതുപോലെ തന്നെ SCVയുടെ ജോഫി, സുബൈർ, ശ്രീ നിസാമുദ്ദീൻ, സുബ്രഹ്മണ്യൻ സാറ്, നന്ദൻ സാറ്, ശശി വാർനാട്ട്, ബാലൻ വാർനാട്ട്, നിങ്ങളുടെ കോൺവെന്റ് ക്ലേലിയ കോൺവെന്റിൻ്റെ മദർ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, മിസ്റ്റർ തോമസ് ചെറവൻ, വിജയലക്ഷ്മി ടീച്ചറും, അതുപോലെ തന്നെ ദാമോദരൻ സാറ്. ഇനി ഞാൻ പേര് പറയാൻ തുടങ്ങിയ ഒരുപാട് നീണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇനി ഒരുപാട് ആളുകളുടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളെല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഈ നാട്ടുകാരും നിങ്ങളുടെ ബന്ധുജനങ്ങളെയുമാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളെയാണ്. അവരുടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം അത്രമാത്രം വലിയ ബന്ധം ഞങ്ങൾക്ക് അവരുമായിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരുമായ നിങ്ങളുടെ എല്ലാ പരിപാടികളിലും, പ്രത്യേകിച്ചും നിങ്ങളുടെ ജ്യേഷ്ഠൻ സാർ സൈമൺ ചേട്ടൻ്റെ വ്യക്തിബന്ധം എന്നും കാത്തു സൂക്ഷിച്ചു പോരുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പുസ്തകം എഴുതിയ സൈമൺ ചേട്ടൻ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്. ഞങ്ങളുടെ പുത്തൂർ തറവാട്ടിലെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാരിൽ രണ്ടാമത്തെ ആളാണ് സൈമൺ മാസ്റ്റർ. 75 വയസ്സ് ഇന്ന് പൂർത്തിയാകുകയാണ് ഡിസംബർ 4-ന്. വലിയ സന്തോഷമുണ്ട്. കോവിഡിൻ്റെ മഹാമാരി കാലത്ത്
പൊതുസമൂഹത്തെയും പൊതുവെ നടക്കുന്ന കാര്യങ്ങളെയും കുറിച്ചൊക്കെ വേവലാതിപ്പെടുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ ജ്യേഷ്ഠൻ തൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം നിരാശനാകാതെ അത് കൂടുതൽ സക്രിയമായി പ്രവർത്തിക്കാൻ ബൈബിൾ വായനയിലൂടെ തനിക്ക് കിട്ടിയ ആധ്യാത്മികമായ ശക്തിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ആ പുസ്തകം രചനയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നമുക്ക് വളരെ നിസ്സാരമായി തോന്നേണ്ട ഒരു കാര്യമല്ല ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി അത് പൂർത്തീകരിക്കുക, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ശ്രദ്ധിച്ചും സൂക്ഷ്മമായും പ്രവർത്തിച്ച ശ്രീ സൈമൺ ചേട്ടൻ്റെ 75ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ പുത്തൂർ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഈ പെൻഷനേഴ്സ് യൂണിയൻ്റെയും അതുപോലെ തന്നെ എക്സ് കുടുംബത്തിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും ഏറ്റവും കൃത്യമായ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ പുസ്തകങ്ങളുടെ ഒരു ശതവർഷമാണ്. ഏതായാലും അതൊന്നും ഒഴിച്ചുകൂടാനാവാത്തതാണ്. വേദിയിലും അതുപോലെ അണിയറയിലും അരങ്ങത്തുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏറ്റവും പ്രിയമുള്ള സൈമൺ മാഷുടെ 75ാം ജന്മദിനം ആഘോഷിക്കുകയും ഒപ്പം ഈ പുസ്തക പ്രകാശനം നടത്തുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രം തന്നെ ഒരു കണ്ണാടിയാണ് കിട്ടും പറയാം. ദർപ്പണം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേര് മാഷിനോട് പറഞ്ഞു. 2-3 ചിത്രങ്ങളൊക്കെ മാഷ് അയച്ചു തന്നു. ഏത് ചിത്രം ഇടണം, മുഖചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വോട്ട് ചെയ്തതിനായിരുന്നു. ദർപ്പണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ണാടി എന്നാണ്. മറ്റൊരു വാക്ക് ശബ്ദധാരാവലിയിൽ പറയുന്നത് അത് സന്തോഷിപ്പിക്കുന്നതാണ്. സന്തോഷിപ്പിക്കും, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളും. ബൈബിളും അങ്ങനെ തന്നെയാണ്. സന്തോഷത്തിൻ്റെ സുവിശേഷം ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ മാഷയുടെ അവതരണത്തിലൂടെ ഇത് നടത്തുകയും എല്ലാവർക്കും വായിക്കുന്ന വിധത്തിൽ എനിക്ക് അങ്ങനെയാണ് ഞാൻ ഓടിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് രചിക്കുകയും ചെയ്ത മാഷ് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 കാര്യങ്ങളാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത, ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ഒന്ന്, മാഷ് നേരത്തെ ലാസ്റ്റ് മാഷ് അവസാനം പറഞ്ഞു വെച്ചതായിരുന്നു, ഈ ഒരു കോവിഡ് കാലത്ത് എങ്ങനെ നമുക്ക് നമ്മുടെ സമയം ഉപയോഗിക്കാം. ആർക്കും സമയം പോകുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. എല്ലാവരും ഇങ്ങനെ നട്ടതിയുടെ സമയത്ത് മാഷ് ഈ പുസ്തക രചനയിൽ മുഴുകിയിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ മാഷയുടെ ആ ക്ഷമാപൂർവമായ അല്ലെങ്കിൽ ഓരോ മിനിറ്റിനെയും വളരെ വിലയുള്ളതാക്കി തീർക്കേണ്ടതാണെന്നുള്ള ഒരു സന്ദേശം മാഷ് തരികയാണ്. എനിക്കതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. മാഷയുടെ ഈ നേരത്തെ സൂചിപ്പിച്ചു, ഈ കാലം നീളുന്തോറും നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ അലസരായി അസ്വസ്ഥരായിട്ടിരിക്കും. പക്ഷെ മാഷ് തൻ്റെ ജീവിതം 75ാം വയസ്സിൽ പോലും തൻ്റെ ആ വലിയൊരു യുവത്വം പ്രകടമാക്കിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്തിൻ്റെ രചനയിൽ വളരെ സൂക്ഷ്മതയോടെ തൻ്റെ ചില ഭാവങ്ങളും ചില സ്വപ്നങ്ങളൊക്കെ ഇതിലൂടെ മാഷ് നമുക്ക് പകർന്നു തരികയായിരുന്നു. അതോടൊപ്പം മാഷ് ഈ ജന്മദിനം ആഘോഷിക്കുന്നതിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, അധികം ആഘോഷങ്ങളൊന്നുമില്ല എങ്കിൽ പോലും 75 വർഷം ഇങ്ങനെ ആരോഗ്യവാനായിട്ട് ഇത്രയും സുസ്മരവദനായിട്ട് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും സാധിക്കുന്നതോടത്തോളം ഒക്കെ വരുവാനും പ്രത്യേകിച്ച് ദേവാലയത്തിലൊക്കെ ശുശ്രൂഷയിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കുവാനും സാധിക്കുന്നുണ്ടെന്നുള്ളത് അത് നമ്മുടെ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും നന്ദി പറഞ്ഞാലും മതി വരില്ല. മാഷയുടെ ഈ പുസ്തകത്തിലേക്ക് ഞാനിനി കൂടുതലായിട്ട് പോകുന്നില്ല. ഇതിൻ്റെ എല്ലാ വിവരണങ്ങളും നമുക്ക് തന്നു. എങ്കിലും സുവിശേഷം എന്നുള്ള ആ ഒരു പുസ്തകങ്ങളെ 4 പുസ്തകങ്ങളെ ആധാരമാക്കിയിട്ട് രചിക്കുമ്പോൾ തീർച്ചയായിട്ടും സുവിശേഷം എന്നുള്ള വാക്ക് ഞാൻ ഇന്ന് ആലോചിച്ചു. അത് നല്ല വാർത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല വാർത്ത, സുവിശേഷം, നല്ല വിശേഷങ്ങൾ. അതിന് ഇംഗ്ലീഷ് വാക്കിൻ്റെ ഗോസ്പൽ എന്നാണ് പറയുക. ഗോസ്പൽ അതിൻ്റെ പഴയ നൂറ്റാണ്ടിലെ കുറേ മുമ്പത്തെ നൂറ്റാണ്ടിലെ അതിനെ ഗോഡ്സ്പെൽ എന്ന് പറയാറുണ്ട്. ഗോഡ്സ്പെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ
സ്പെൽ എന്ന് പറഞ്ഞ ന്യൂസ് നടന്നു. അപ്പോൾ ഗുഡ് ന്യൂസ് ആണ് ശരിക്കും സുവിശേഷം. ഈ ഗുഡ് ന്യൂസിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ എഴുതുവാനും അത് നമുക്ക് പകരുവാനും മാഷ്ക്ക് സാധിച്ചു എന്നുള്ളത് അത് വളരെ സന്തോഷപ്രദമാണ്. സുവിശേഷത്തെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഓർമ്മ, എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഓർമ്മ, KP അപ്പൻ മരിച്ചുപോയി ഒരു വിമർശകനും സാഹിത്യകാരനുമായിരുന്ന കാർത്തികേയൻ പത്മനാഭൻ അപ്പനും CV ബാലകൃഷ്ണനെയും ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ പത്രലേഖകൻ ചോദിച്ചു, സുവിശേഷത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഈശോയുടെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. ഒരു പറഞ്ഞ കാര്യം അതിൽ KP അപ്പൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്. അതായത് സുവിശേഷത്തിലെ കാനായിലെ അത്ഭുതവും അല്ലെങ്കിൽ ഈശോ ചെയ്തിട്ടുള്ള കടലോരത്തെ അത്ഭുതങ്ങളും കാറ്റിനെ ശാന്തമാക്കിയതും ഒക്കെ അത്ഭുതങ്ങളാണെങ്കിലും ഒരു കാര്യമാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ അത്ഭുതപ്പെടുത്തിയ കാര്യം വേറെ ഒന്നുമല്ല, 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചിട്ട് ഈശോ പുറത്തേക്ക് വന്നപ്പോൾ പ്രലോഭകൻ ഈശോയോട് പറഞ്ഞു, നിനക്ക് കല്ലുകളെ അപ്പമാക്കിയിട്ട് നിനക്ക് ഭക്ഷിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ഈശോ കല്ലുകളെ അപ്പമാക്കിയില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതെന്ന് KP അപ്പൻ ഒപ്പം തന്നെ CV ബാലകൃഷ്ണൻ സൂചിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പോയതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് ഒരു പുസ്തകം തന്നെ വലിയൊരു അത്ഭുതം. മാഷ് ഇവിടെ അത്ഭുതത്തിന്റെ വരികൾ വളരെ സ്വന്തമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് എഴുതുകയാണ്. അതാണ് വലിയൊരു അത്ഭുതം. തൻ്റെ പ്രായത്തെ അവഗണിച്ചുകൊണ്ട്, തൻ്റെ കോവിഡിന്റെ കാലത്തെ ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഓരോ ദിവസത്തെയും പകർത്തിയെഴുതുവാനായിട്ട്, നമുക്ക് ഓരോ ദിവസത്തെയും ഇതിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് മാഷ് ചെയ്താണ് ഈ വലിയൊരു കർത്തവ്യത്തെ എത്രമാത്രം അഭിനന്ദിച്ചാൽ മതി വരില്ല. ഞാൻ നിങ്ങളെല്ലാവരും പേരിൽ മാഷത്തെയും കൂടെ അഭിനന്ദിക്കുകയും ഈ ഒരു പുസ്തക പ്രകാശന ദിവസം മാഷിന്റെ ജന്മദിന ദിവസം ഇവിടെ വരുവാനും സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഗുരുവായൂർ സെന്റ് ആനിമസ് ഇടവകയിലുള്ള ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തിയുടെയും അഭിനന്ദനവും നന്ദിയും പ്രാർത്ഥനയും ഏറ്റവും സ്നേഹമുള്ള സൈമൺ മാഷിക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. വേദിയിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഒരുപാട് പേര് വരുന്നു. ഒരുപക്ഷെ എഴുതിയിരിക്കുന്നതിനേക്കാളും വലിയ ബഹുമാനായിട്ടുള്ള PR വർഗീസ് മാഷ പോലെയുള്ള ആളുകൾ സദസ്സിലും അവരെല്ലാവരെയും ഒറ്റ വാക്കും സ്വാഗതം പറയും. സൈമൺ മാഷ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാം നമ്മുടെ ഗുരുവായൂരിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സഹോദര പ്രസ്ഥാനം. അവരിലെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ആളാണ് ഇന്ന് നമ്മളിവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ദർപ്പണത്തിൻ്റെ രചയിതാവായിട്ടുള്ള സൈമൺ മാഷ്. സൈമൺ മാഷും ദാസൻ മാഷും തെരഞ്ഞെടുപ്പിൽ മുഖത്തോടും മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ സഹോദര ബന്ധവും കുടുംബ ബന്ധവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, ഏവരിലും അസൂയ ഉളവാക്കുന്ന ഒരു കുടുംബ ബന്ധം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് തന്നെ അവരെല്ലാവരും സംസ്കൃത ചിത്തരാണ് എന്നുള്ളതുകൊണ്ട്. ഇവിടെ ബൈബിളിനെ ആസ്പദമാക്കിയാണ് ദർപ്പണം രചിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിയും, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ബൈബിളാണെങ്കിൽ മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ബൈബിൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു രേഖയാണ് എന്നാണ് പറയാറ്. ചെറിയ പുസ്തകം എന്നാണ് ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ബിബ്ലിയോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദമുണ്ടായി എന്ന് പറയാം. 469 ഭാഷകളിൽ ബൈബിള് രചിക്കപ്പെടുന്നു.
ഇവിടെ ആലങ്കോട് തൻ്റെ അസാധാരണമായ വാഗ്വിലാസം കൊണ്ട് ബൈബിളും മഹാഭാരതവും വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മുഹീദ്ദീൻ മാലയും എഴുത്തച്ഛനെയും ഇയ്യോബിൻ്റെ കഥകളും ഒക്കെ കോർത്തിണക്കി വിശദമായി പറയുന്നു. ഈ മഹാഭാരതത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിമർശന നിരീക്ഷണം അതിലെ കഥാപാത്രങ്ങൾ നടത്തിയ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം സാധാരണ മലയാള സാഹിത്യമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ്. എം.ടിയുടെ രണ്ടാം മുഴം നമ്മൾ വായിച്ചതുപോലെയല്ല അദ്ദേഹം ഭീമനെ വായിക്കുന്നത്. ഇതുപോലെ അല്ലെങ്കിലും ഒരു ഖണ്ഡന വിമർശനവും മണ്ഡല വിമർശനവും ഉണ്ടെന്ന് പറയും വിമർശന സാഹിത്യം പഠിക്കുന്നു. ഇതുപോലെ അല്ലെങ്കിലും ഒരു വിശ്വാസിയാണ് എന്ന രീതിയിൽ തന്നെ വളരെ പരിഭാവനതയോടെ ബൈബിളിലെ സംഭവങ്ങളെയാണ് സൈമൺ മാഷ് നോക്കിക്കാണുന്നത്. അതിൽ കൃത്യമായി നമുക്കെല്ലാവർക്കും ഒരുപാട് ക്രിസ്തുവിൻ്റെ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ ലോകത്തെ ക്രിസ്തുമതം വ്യാപിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് പറയാറ്. അതുകൊണ്ട് തന്നെ ബൈബിൾ കഥകൾ പ്രസിദ്ധമാണ്. ബൈബിൾ വചനങ്ങളെ പോലെ തന്നെ അതിൽ ഓരോ സംഭവങ്ങളും പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളൊക്കെ തന്നെ അതിൽ ഓരോ സംഭവങ്ങളും ചേരുംപടി ചേർക്കാനും അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത്തരത്തിൽ തൻ്റെ ദീർഘകാലത്തെ അധ്യാപന പരിചയം അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾക്കെല്ലാം ഇടയിൽ ബൈബിളിനെ സംബന്ധിച്ചൊരു മഹത്തായ കൃതി തീർച്ചയായും സൈമൺ മാഷ് എഴുതി എന്നതിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ജോസ് ചിറ്റിലപ്പള്ളി അദ്ദേഹം ഇതുപോലെ ക്രിസ്തീയ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ വേണ്ടത്ര പാലയൂർ പള്ളിയുടെ ചരിത്രം ഉൾപ്പെടെ എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിലും വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ അംഗീകാരം അദ്ദേഹത്തിന് കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം പാലയൂർക്കാരനായതുകൊണ്ടാണ് എന്ന് കൂടി പറയുന്നവരാണ്. ഞങ്ങൾ സാധാരണ പറയും ഈ തൃശ്ശൂർ അതിരൂപത എന്നല്ല പറയുന്നത്, പാലയൂർ അതിരൂപത എന്നാണ്. സെന്റ് തോമസിന്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് പാലയൂർ. പക്ഷേ പാലയൂരായതുകൊണ്ടാണ് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് എന്ന് പറയുന്നത് പോലെ ജോസ് ചിറ്റിലപ്പള്ളിയും ആ നിലയിൽ അറിയപ്പെടാതെ പോയി എന്നുള്ളൊരു കുണ്ഠിതം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്തരമൊരു നല്ല കൃതി അദ്ദേഹം തയ്യാറാക്കി നല്ല രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയും. എന്തായാലും സൈമൺ മാഷ് ആ ഒരു തലത്തിൽ ആദരിക്കണം, അംഗീകരിക്കണം. അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരങ്ങളും ആദരവും കൂടുതൽ നല്ല കൃതികൾ രചിക്കാനെല്ലാം കാരണമാകും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ചുരുക്കി പറയാനുള്ളത്. ഞങ്ങളുടെ എല്ലാ വേദികളിൽ നന്നായി സംസാരിക്കുന്ന അതുപോലെ തന്നെ നന്നായി എഴുത്തും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ ഗ്രന്ഥം കൃതി ഇവിടെ പ്രകാശന കർമ്മം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട സൈമൺ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന വ്യക്തികളെ, വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഈ വളരെ പ്രധാനപ്പെട്ട യോഗത്തിലെ വരാനും സംബന്ധിക്കാനും എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്.
രണ്ടു വാക്കിൽ ആദ്യമായി ബഹുമാനപ്പെട്ട സൈമൺ മാസ്റ്റർക്ക് അഭിനന്ദനങ്ങളും ജന്മദിന ആശംസകളും നൽകുന്നു. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഫ്രാൻസിസ്കൻ അൽമായ സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് തന്നെ 1984 ഇത്രയും വർഷങ്ങൾ ഞാൻ പല അൽമായ സുഹൃത്തുക്കളെയും സഹോദരീ സഹോദരന്മാരെയും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിൽ നിന്നെല്ലാം തനതായ ഒരു വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് സൈമൺ മാസ്റ്റർ. വളരെ ചുരുക്കി പറഞ്ഞാൽ നിയോഗത്താലും കർമ്മത്താലും, ഇപ്പോൾ ഇവിടെ ഇന്നത്തെ പുസ്തകം കാണിക്കുന്ന പോലെ കർമ്മഫലത്താലും അദ്ദേഹം തികഞ്ഞ അനുകരണീയനായ ഒരു ഫ്രാൻസിസ്കൻ അൽമായ സഹോദരനാണ്. വളരെ പ്രത്യേകമായി ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ എല്ലാ സ്പിരിച്വൽ അസിസ്റ്റന്റ്മാരുടെ പേരിലും ആ സഭാ സമൂഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിന് ആശംസകൾ നൽകുന്നു. വളരെ സന്തോഷകരമായ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ തട്ടിയത് ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെയാണ് ദർപ്പണം. ഫ്രാൻസിസ്കൻ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വാക്കാണ് ദർപ്പണം. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും ക്രൂശിതനായ കർത്താവിനെ വിളിച്ചിരുന്നത് ദർപ്പണം എന്നാണ്. അതിന് കാരണം അമൂർത്തനായ ത്രിത്വൈക ദൈവത്തെ സമൂർത്തമായി ഈ ലോകത്തിൽ വളരെ പരിപൂർണമായി പ്രതിഫലിപ്പിച്ച, വാക്കിലും പ്രവൃത്തിയിലും പ്രതിഫലിപ്പിച്ചത് യേശുനാഥനാണ്. ആ യേശുനാഥനെയാണ് ദർപ്പണം എന്ന് ഫ്രാൻസിസ്കൻ ആത്മീയ ജീവിതത്തിൽ വിവക്ഷിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് വളരെ സമുചിതമാണ്. അടിസ്ഥാനപരമായി എത്ര പേർക്ക് അത് അറിയാം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ അർത്ഥമതാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിനു വേണ്ടി ഉപാസകനായി, ഗവേഷകനായി അഹോരാത്രം പണിയെടുത്ത സഹോദരൻ സൈമൺ മാസ്റ്റർ തുടർന്നും ഈ അന്വേഷണ തലത്തിൽ മാത്രമല്ല, വിശുദ്ധ തോമാസ് ലീഹായെ പോലെ കർത്താവിനെ തൊട്ട് അറിഞ്ഞ് കണ്ടും കേട്ടും മറ്റൊരു അപ്പസ്തോലനാകട്ടെ എന്ന് അനുഗ്രഹത്തിൻ്റെ ഭാഷയിൽ എളിമയോടെ ഞാൻ പറയുകയാണ്. കൂടാതെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി സുവ്യക്തമായി തൻ്റെ അംഗങ്ങളോട് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സന്ദേശം ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് മരണത്തിനു മുൻപ് തൻ്റെ വിൽപത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനമില്ലാതെ, ഉപാധികളില്ലാതെ നിങ്ങൾ ജീവിക്കുക. ദൈവത്തിൻ്റെ വചനം പ്രവർത്തകരും കള്ളുകുടിയന്മാരും പണപ്പലിശക്കാരും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് അവരവരുടെ നിലപാട് വിശുദ്ധീകരിച്ചെടുക്കാൻ തത്രപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ
വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഈ വചനം, ഈ സന്ദേശം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഫ്രാൻസിസ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദർപ്പണമാകുന്ന കർത്താവിനെ തൊട്ടറിഞ്ഞ് ജീവിച്ചു. അതിൻ്റെ അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയ പഞ്ചക്ഷരം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസി മറ്റൊരു ക്രിസ്തു, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്നത്. ക്രൂശിതനായ കർത്താവിൻ്റെ അറിയപ്പെടുന്ന ഒരു ദർപ്പണമാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി. ഈ വേദിയിൽ അല്പസ്വല്പം അഹങ്കാരത്തോടുകൂടി ഫ്രാൻസിസ്കൻ എന്ന നിലയിൽ, അതേസമയം വിനയത്തോടുകൂടെ ഒരു എളിയ അനുഗ്രഹം സഹോദരൻ മാസ്റ്റർക്ക് കൊടുക്കുകയാണ്. ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ യേശുവിൻ്റെ മറ്റൊരു ദർപ്പണമാകാൻ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വിശിഷ്ട അതിഥികളെ, ബന്ധുമിത്രാദികളെ, ഇടവക്കാരെ, നാട്ടുകാരെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇതിവിടെ നിൽക്കുക. 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ PI സൈമൺ മാസ്റ്റർക്ക് പിറന്നാളിൻ്റെ എല്ലാ ഭാവുകങ്ങളും വളരെ സ്നേഹം. അതോടൊപ്പം സൈമൺ മാസ്റ്റർ രചിച്ച ദർപ്പണം എന്ന പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിക്കൊണ്ട് പുസ്തകത്തെ ധന്യമാക്കിയതും ഐശ്വര്യപൂർണമാക്കിയതും ബഹുമാനപ്പെട്ട തോമസ് വടക്കേത്തലച്ചനാണ്. റവറൻ ഫാദർ തോമസ് വടക്കേത്തല അച്ഛനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ഈ നാട്ടിലെ, ഈ ഇടവകയിലെ കുലീനമായ വടക്കേത്തല കുടുംബത്തിൽ ജനിച്ച തോമസ് അച്ഛൻ ഈ നാട്ടിലെ, ഈ ഇടവകയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വൈദികനാണ്. അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്യുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ തണ്ടിലമെന്ന ഇടവകപ്പള്ളി വികാരിയായിട്ടാണ്. ഈ വർഷം 2021 അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 50ാം ഗോൾഡൻ ജൂബിലി വർഷമാണ്. ജൂബിലി ഏരിയന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ജൂബിലി മംഗളാശംസകൾ വളരെ സ്നേഹപൂർവ്വം. ജൂബിലി വർഷത്തിൻ്റെ പ്രാധാന്യവും മറ്റും കണക്കിലെടുത്തുകൊണ്ട് 10ാം ക്ലാസ് വരെ സൈമൺ മാസ്റ്ററുടെ സഹപാഠിയും കൂട്ടുകാരനുമായ തോമസ് വടക്കേത്തലച്ചനെ വളരെ സ്നേഹപൂർവ്വം പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുവാൻ പുത്തൂർ ട്യൂബ് ഏരിയ കുട്ടി ഫാമിലി ട്രസ്റ്റ് അതിയായി ആഗ്രഹിക്കുന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രസ്റ്റിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹ ബഹുമാനത്തോടെ ഈ ആദരവ് സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തോമസ് വടക്കേത്തലച്ചനെ വേദിയുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. സുഹൃത്തുക്കളെ, പലരും വ്യത്യസ്തമായിട്ട് അവർ പറഞ്ഞവർക്ക് ഞാൻ ആവർത്തിക്കുകയല്ല. മാസ്റ്റർ കുറച്ച് 2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരേ പ്രായക്കാരാണ്, സമാന മനസ്കരാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. സൈമൺ മാസ്റ്ററെ കൈമുതലിൻ്റെ സമ്പാദ്യം ചോദിച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാന ബലിയർപ്പണം. രണ്ടാമത്തേത് കർത്താവിൻ്റെ വചനം കൊടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം, അത് പഠിക്കുക, പഠിപ്പിക്കുക,
വ്യത്യസ്തമാക്കി ജീവിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് സൈമാസ്റ്റേറ്റിൻ്റെ സമ്പാദ്യം. മറ്റ് ലോകത്തിൻ്റെ രീതിയിൽ പ്രശസ്തികൾ, ഒരുപാട് ബഹുമതികൾ, സാംസ്കാരിക പെരുമകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണുന്ന രണ്ട് സമ്പാദ്യങ്ങളാണ് വിശുദ്ധ കുർബാന, അനുദിനമുള്ള കുർബാനയിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക, ഒപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക. സെയിൻറ്റ് മാസ്റ്റർ പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ എന്നോട് ചോദിച്ചു, ഇതിന് പുസ്തകം എഴുതുന്ന ആഗ്രഹമുണ്ട്, അപ്പോൾ അതിനെ സഹായിക്കണം, ചില അഭിപ്രായങ്ങൾ ചോദിച്ചു. നല്ല കാര്യം, വളരെ മുമ്പൊരു പുസ്തകം എഴുതിയിട്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ച് അതിനെ വളരെ കയറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ സാധാരണ നമ്മുടെ ആളുകൾ ഇതൊന്നും മെനക്കെടാറില്ല, ഗവേഷണമൊന്നും നടത്താൻ ആരും ഉദ്ദേശിക്കാറില്ല. അതൊക്കെ മെനക്കെടുന്നില്ല. പുസ്തകഗ്രന്ഥം വായിക്കും, പള്ളിയിൽ പ്രസംഗം കേൾക്കും, അതിൽ അവസാനിപ്പിക്കും. കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാന കണ്ട് മടങ്ങും, അതിൽ അവസാനിപ്പിക്കും. സെയിൻറ്റ് മാസ്റ്റർ കുർബാനയെക്കുറിച്ച്, വിശുദ്ധവരിയെക്കുറിച്ച് അവർ പുതിയ പുസ്തകം എഴുതിയത്. ആ വിശുദ്ധ ഗ്രന്ഥത്തിന് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, വിശുദ്ധിയോട് ബലിയർപ്പിക്കാനുള്ള പ്രത്യേകതയൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ഇന്നത്തെ ലോക പ്രസിദ്ധമായിരിക്കാം. രണ്ടാമത്തെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് രണ്ടാമത്തെ മഹാമാനസ്കതയോടെ എഴുതി അവതരിപ്പിക്കുന്നു. അവതാരിക എഴുതുമ്പോൾ ഞാൻ പുസ്തകം ആഗ്രഹം സശ്രദ്ധം വായിച്ച് ഓരോ വരി വിടാതെ വായിച്ച് നോക്കിയിട്ട് അവതാരിക എഴുതിക്കുന്നത്. എന്തായാലും വായിച്ചാൽ അറിയാം. അവതാരിക എഴുതുമ്പോൾ എൻ്റെ മനസ്സിലൊരു സ്വപ്നം, നമ്മുടെ ആളുകൾക്ക് വായിക്കാനും പഠിക്കാനും മെനക്കെടാറില്ല. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് കാലത്ത് എല്ലാ ദിവസവും 3 മിനിറ്റ് സന്ദേശം പറയുമ്പോഴേ ആളുകളോട് പറയുന്നത് ക്രിസ്മസ് ഡയറി എഴുതാനായിട്ട് കുറച്ച് പേര് മുന്നോട്ട് വരും. അത് സമ്മാനമൊക്കെ കിട്ടുള്ള പ്രോത്സാഹനം നടത്തും. പലരും അത് മെനക്കെടാറില്ല. പ്രസംഗമൊക്കെ അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടുപോകാം. പക്ഷേ ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് എഴുതി വായിച്ച് അതൊക്കെ എൻ്റെ ഗവേഷകനായിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടുള്ളത് വളരെ ചുരുക്കത്തിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ് ശ്രീ സെയിൻറ്റ് മാസ്റ്റർ വെച്ചിരിക്കുന്നത്. സെയിൻറ്റ് മാസ്റ്റർ പുസ്തകം ഇരിക്കുന്നതിൻ്റെ അടുത്ത ആവേശത്തിന് വലിയ ത്യാഗമനോഭാവത്തിലൊക്കെ അങ്ങേറ്റ് അഭിനന്ദിക്കുകയാണ്. പുസ്തകം ബൈബിൾ പണ്ഡിതന്മാരുടെ പഠിക്കാൻ എഴുതിയിരിക്കുന്നത്. ബൈബിൾ പുസ്തകം എളുപ്പമല്ല, കാരണം അതിൻ്റെ ഭാഷകൾ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പഠിക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ല. ഭാഷകളൊക്കെ ഗ്രീക്ക്, ഹീബ്രു, സുറിയാനി, ലത്തീനൊക്കെ പഠിക്കണം. അതൊന്നും പഠിപ്പില്ലെങ്കിലും പക്ഷെ അതൊക്കെ പറ്റാത്ത രീതിയിൽ ഗവേഷണ റിസർച്ച് ഗ്രന്ഥങ്ങളൊക്കെ റഫർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ത്യാഗപൂർവ്വം ഈ പുസ്തകങ്ങൾ ശ്രമിച്ചതിന് അങ്ങേറ്റ് അഭിനന്ദിക്കുകയാണ്. അവതാരികയിലേക്ക് അവസരത്തിന് മക്കൾ നന്ദി പറയാണ്. ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രചാരകരായിട്ട് മാറണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ വേദിയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ചെറിയ രീതിയിൽ ജൂബിലി ആഘോഷമുണ്ടായിരുന്നു, ആശ്വാസം സംബന്ധിച്ചിരുന്നു. ഇന്നിങ്ങനെ ഒരു ആദരവ് കാണിച്ചത് അങ്ങേറ്റം നന്ദി പറയുകയാണ് ഈ സദസ്സിനോടും ഈ ട്രസ്റ്റിനോടും സെയിൻറ്റ് മാസ്റ്ററോടും. പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗവും പ്രചരണങ്ങളും അല്ലെങ്കിൽ പ്രചാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പുസ്തകം ഇനി എഴുതാൻ അടുത്ത പുസ്തകം എഴുതി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. എഴുതി കഴിയുമ്പോൾ കാണിച്ചു തരും, ഞാൻ അതിൻ്റെ വീട്ടിൽ അവതാരം എഴുതി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതാൻ ഇവിടെയിരിക്കുന്നവർക്ക് പ്രേരണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരാൻ പോകുന്ന ക്രിസ്മസ് മംഗളം നേരുന്നു. സെയിൻറ്റ് മാസ്റ്റർക്ക് ജന്മദിന ആശംസിച്ചിരുന്നു. പുസ്തകത്തിലെ എല്ലാവരും ഭാഗങ്ങളും ആശംസിച്ചു. എൻ്റെ വാക്കുകൾ താങ്ക് യു തോമസ് അച്ഛൻ. ഇന്ന് നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രന്ഥകർത്താവിൻ്റെ 75ാം പിറന്നാൾ ദിനം കൂടിയാണ്. ആയതിൻ്റെ മധുരം പങ്കുവയ്ക്കുന്നതിനും സംസാരിക്കുന്നതിനുമായി ട്രസ്റ്റ് രക്ഷാധികാരി ഡോളേഴ്സ് ബസിലിക്ക അസിസ്റ്റന്റ് വികാരിയുമായ ഗൗരവ ഫാദർ പ്രകാശ് പുത്തൂരിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും ആദരവും അർഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട വല്യപ്പൻ. കാരണം ഇവിടെ പലരുമായിട്ട് പറഞ്ഞു, 75ാമത്തെ ജന്മദിനമാണ് ഇന്നിവിടെ ആഘോഷിക്കുക. കോവിഡ് കാലഘട്ടങ്ങളിൽ 4 ചുമരങ്ങൾക്കിടയിൽ അടഞ്ഞുകൂടിയപ്പോൾ
ജീവിതത്തെ എന്താണ്, ഈ ജീവിതം കൊണ്ട് ഇനി എന്താണ്, ഇനി ഭാവിയിൽ എന്താകുമെന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും മൂലം മാനസികവുമായും ശാരീരികവുമായും തളർന്നു പോയിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പിൽ, വ്യക്തികൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കേണ്ട ഉത്തമ മാതൃകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യപ്പനായിട്ടുള്ള സൈമൺ മാസ്റ്റർ. കാരണം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പരിപാടി ആരംഭിച്ചത് മുതൽ ഇപ്പോൾ പോലും വല്യപ്പൻ അടങ്ങിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വല്യപ്പനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് നന്മയ്ക്കായിട്ട് മാറണമെന്നുള്ള വലിയ ആവേശവും ആഗ്രഹവും ഉത്സാഹവുമുള്ള ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ മാതൃകയായിട്ടുള്ള ഞങ്ങളുടെ വല്യപ്പൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വല്യപ്പൻ്റെ ഒരു ശ്രദ്ധയും നോട്ടവും, അതുപോലെ തന്നെ അതിനെ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇവിടെ ഇരുന്ന് പലർക്കായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം എപ്പോഴും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിനേക്കാളും ഉപരി നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വല്യപ്പനെ ജന്മദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ഇനിയും കൂടുതൽ കാലം ചുറുചുറുക്കോടുകൂടി ഈ സഭയിൽ ജീവിക്കാനും ഈ സമൂഹത്തിൽ ജീവിക്കാനും, അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള ഇളമുറക്കാർക്ക് എന്നും മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്നും അഭിമാന ഗോപുരമായി ഇനിയും ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്നേഹസഹൃദയം നേർന്നുകൊണ്ട് ജന്മദിനത്തിന്റെ മധുരം ഇവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. കേക്ക് കട്ടിങ്ങതിന് വേണ്ടി പ്രകാശനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ആക്സിൻ്റെ ജീവാത്മാവും പരാത്മാവുമായ സൈമൺ മാസ്റ്ററെ ആക്സ് ഇന്നിവിടെ ആദരിക്കുകയാണ് ഈ ജന്മദിനത്തിൽ. അതിനെ വേണ്ടി പ്രസാദിക്കും ക്ഷണിച്ചു. പുത്തൂർ ഇട്ടൂപ്പേലേരിയ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ചടങ്ങിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം ഞാൻ ഒട്ടും മാസ്റ്റർ ഓർത്തു പോവുകയാണ്. കാരണം അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമായി രണ്ടു വാക്ക് പറയാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈമൺ മാസ്റ്റർ ഒരു വികാരമാണ്. കാരണം ഗുരുവായൂരിലെ 24 hours ആംബുലൻസ് സർവീസ് നടത്തുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി ഗുരുവായൂരിൽ ഇത്രയും വർഷം സഞ്ചരിച്ച വ്യക്തിയാണ്. ഇപ്പം ഞാൻ പ്രസിഡൻ്റായിട്ട് പോലും ആളുകൾ ചോദിക്കും സൈമൺ മാസ്റ്റർ തന്നെ എപ്പോഴും പ്രസിഡന്റ് എന്ന് ചോദിക്കുന്നത്. അത്രമാത്രം ആക്സുമായിട്ട് വൈകാരിക ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ്. ജനങ്ങളെല്ലാവരും ഇപ്പം ഞാൻ പ്രസിഡൻ്റായിരിക്കും വേറൊരാൾ പ്രസിഡൻ്റാകുന്ന സൈമൺ മാസ്റ്റർ ആദ്യം ചോദിക്കാം. അപ്പം എന്തായാലും ഈ ജന്മദിനത്തിന് സൈമൺ മാസ്റ്റർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ വടക്കേത്തല അച്ഛന് സുവർണ്ണ ജൂബിലി വർഷമാണ്. അത് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട നമ്മുടെ യോഗാധ്യക്ഷൻ ഏറ്റവും സ്നേഹസമ്പന്നനായ വികാരിയച്ഛൻ സെബി ചിറ്റപ്പള്ളി, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ സദസ്യ നല്ലവരായ
സുഹൃത്തുക്കളെ, ഈ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും സുവിശേഷ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു രചനയാണെന്ന് മനസ്സിലായി. ഈ പുസ്തകം വായിക്കാതെ തന്നെ മാസ്റ്ററെ ശുഭദിനം, ശുഭരാത്രി എന്നുള്ള എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങളുടെ മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന അനുഭവപ്പെടുമ്പോഴൊക്കെ അതിന് സൂട്ടബിളായിട്ടുള്ള രീതിയിലുള്ള വേർഡ്സാണ് അദ്ദേഹം ജീവിതത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. എന്തായാലും കൂടുതൽ തെറിയിപ്പിക്കുന്നില്ല. ഈ വൈകിയാണെങ്കിൽ ഇവിടെ കൂടിയിരുന്ന എല്ലാവർക്കും നന്ദിയും അതുപോലെ തന്നെ ചടങ്ങിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ജോൺസൺ. ഗ്രന്ഥശാല സംഘം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും KSSPU സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശ്രീമതി ഖാരി ഫാഫി അവരുടെ ആശംസാ സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ അഭിനന്ദനെ, പ്രിയപ്പെട്ടവരെ, സൈമൺ മാസ്റ്ററെ പുസ്തക പ്രകാശനത്തിന് വരിക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായി. ഏറെ നാളായി കാത്തിരിക്കുന്നു ഈ ദിവസത്തിന് വേണ്ടി. കാരണം മാഷ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനാണ്. ഔദ്യോഗിക ജീവിതകാലത്ത് മാഷ് അധ്യാപക സംഘടനാ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ മാഷ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിരമിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ മാഷ് സജീവമായി ഇപ്പോഴാണ് എല്ലാ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ ഈ പ്രദേശത്തെ എന്നല്ല ഇതിൻ്റെ അയൽഭാഗങ്ങളിലും തൃശ്ശൂർ ജില്ല മൊത്തവും ഒക്കെ തന്നെ മാഷ് നിറസാന്നിധ്യമായി. രാഷ്ട്രീയ രംഗത്തും മാഷുണ്ട്, സാംസ്കാരിക രംഗത്തും സൈമൺ മാഷുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, സാന്ത്വന രംഗത്തുണ്ട്. ഇനി ഏത് രംഗത്താണ് സൈമൺ മാഷ് ഇല്ലാത്തത്? എല്ലാ രംഗത്തും മാഷ് നിറഞ്ഞു നിൽക്കുകയാണ്. എഴുത്തിൻ്റെ രംഗത്ത് കോവിഡിൻ്റെ സമയത്ത് മാഷ് ഇടയ്ക്ക് വിളിക്കും. മാഷ് വിളിക്കുന്നത് വളരെ സന്തോഷമാണ്. കാരണം ഒരു സ്വന്തം സഹോദരൻ വിളിക്കുന്നത് പോലെയാണ് മാഷ് വിളിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടാറ്. പെരുമാറുമ്പോഴും അതുപോലെ തന്നെ ഏത് സമയത്തും എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ മാഷ് ഓടി വന്നത്. ആദ്യം പെൻഷൻ സംഘടനയിൽ വന്നത് സൈമൺ മാഷാണ്. അങ്ങനെ ഏത് രംഗത്തും എവിടെയും നമുക്ക് എന്താ പറയുക, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഏറ്റവും ഒരു അടുത്ത ബന്ധുവിൻ്റെ സാന്നിധ്യമാണ് മാഷ സാന്നിധ്യം കൊണ്ട് നമുക്ക് അനുഭവപ്പെടാറ്. കോവിഡിൻ്റെ സമയത്ത് ഒരു ദിവസം മാഷ് വിളിച്ചപ്പോൾ പറഞ്ഞു, മാഷ് എങ്ങനെയാണ് സമയം കളയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ കുറേ രംഗത്ത് പ്രവർത്തിച്ചൊരു കാര്യത്തിൽ അന്നത്തൊക്കെയുള്ള പത്ര കട്ടിങ്, ആ കട്ടിങ്സ് വെട്ടി വയ്ക്കുകയാണ്. അതൊക്കെ വെട്ടിവെച്ച് അതൊക്കെ ഇങ്ങനെ അടുക്കി നോക്കുമ്പോൾ കുറേ ഉണ്ട്. അത് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ പേരക്കുട്ടികൾക്കോ മക്കൾക്കോ ഒക്കെ ഇങ്ങനെ ഒരാൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്നെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അതൊക്കെ അടുക്കി വയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് കോവിഡ് കാലത്തിലെ അനുഭവങ്ങളെ കുറിച്ച് എഴുതായിരുന്നു, അപ്പോൾ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഈ പുസ്തകം വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പുസ്തകം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. മാഷിൻ്റെ 75ാം പിറന്നാളാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതെനിക്ക് ചെറിയ വിഷമം. അതായത് ഞങ്ങൾ പെൻഷൻ സംഘടനക്കാർക്ക് ആ രീതിയിലൊന്ന് ഇവിടെ പലരും ചെയ്തൊരു പൊന്നാന രീതിയിലൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലോ എന്നുള്ള ചെറിയ വിഷമം ഇപ്പോഴെൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് മാഷ് പറഞ്ഞില്ല, പുസ്തകപ്രകാശനം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാഷിൻ്റെ പുസ്തകം വായിച്ചില്ലെങ്കിലും എനിക്കറിയാം ആ പുസ്തകം വായനക്കാർക്ക് ഏറ്റവും ആസ്വാദ്യകരവും അതുപോലെ തന്നെ ആശയസമ്പുഷ്ടവുമായിട്ട് വരും. വേദിയിലെ വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, വളരെ ശ്രദ്ധേയമായ വരികളാണ് അത് വിശദീകരിച്ചു തന്ന എൻ്റെ അധ്യാപകനെ എന്ന് ഓർക്കുക.
കണ്ണാടി കാണുന്നത് വരെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനാണ്, സുന്ദരിയാണ് എന്നാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഏതുവരെ? കണ്ണാടി കാണുന്നത് വരെയുമാണ്. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. കണ്ണാടി കാണുന്നോളവും തന്നോടെ മുഖമേറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയും ഇല്ല. അതിനെ ചുവട് പിടിച്ചാണ് ഞാനിപ്പോൾ വ്യാഖ്യാനത്തോടുകൂടി എഴുതിയിട്ടുള്ള ഈ ദർപ്പണം എന്ന പുസ്തകം. ആ പുസ്തകത്തിലേക്ക് നോക്കുന്നത് വരെയുള്ളൂ ആ വിലയിരുത്തൽ. അത് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മളിലുള്ള വികലതകൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരും. മാത്രവുമല്ല, നമ്മളിലുള്ള വികലതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നിർദ്ദേശങ്ങളും എൻ്റെ ഭാഷയിൽ എന്നാലാവുന്നതിൽ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾ കൂടെ ഇത് ഒരു നോവൽ പോലെ വായിച്ച് പോകേണ്ടതെന്നല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ജീവചരിത്ര ഗ്രന്ഥമല്ല, ഒരു ശാസ്ത്രീയ പരിവേഷണമല്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം എന്താണ് എന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള, രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ബൈബിൾ എന്ന് പറയുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, ഇന്നത്തെ തലമുറയ്ക്കനുസരിച്ച് 10,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ രചനയല്ലേ. ആ രചനയുടെ വ്യാഖ്യാനം ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കനുസരിച്ച് നാം എങ്ങനെയാണ് ആ വചനങ്ങൾ നമുക്ക് കാണേണ്ടത്, നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് തന്നെയാണ് ഈ പുസ്തകത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെ പരാമർശിക്കപ്പെട്ട ആ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ വികലതകൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും എന്ന കാര്യം എനിക്ക് സംശയമില്ല. ഈ കണ്ണാടി, ഈ ദർപ്പണം എന്നുള്ള വാക്ക് എൻ്റെ സഹോദരപുത്രനാണ് എനിക്ക് നിർദ്ദേശിച്ചു തന്നത്, മിസ്റ്റർ കരോൾ. അവർ ഞാൻ നന്ദിയോടെ, ഞാൻ അഭിമാനത്തോടെ ഓർക്കണം. പല പേരുകൾ കേട്ടെങ്കിലും കരോളാണ് ഈ ദർപ്പണം എന്നുള്ള വാക്ക് നന്ദി എന്നുള്ള പ്രയോഗം നടത്തിയത്. ഒരു നാരായണ ഗുരുസ്വാമി ക്ഷേത്രങ്ങളിൽ കണ്ണാടിയാണ് അത്ര പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കണ്ണാടി പ്രതിഷ്ഠിച്ചത് എന്നുള്ളതിൻ്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ഈ എഴുത്തച്ഛൻ്റെ വരികളിലൂടെ കണ്ടാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ജോസ് പോമലച്ചൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും സഹപ്രവർത്തകയായിരുന്ന മിസ്റ്റർ ക്ലാരിയും തമ്മിലുള്ള ബന്ധം ഒരു ദർപ്പണത്തിലൂടെയാണ് കാണപ്പെട്ടത്, വിലയിരുത്തപ്പെട്ടത് എന്ന് വ്യാഖ്യാനിക്കുകയുണ്ട്. അപ്പോൾ ദർപ്പണം എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലൂടെ നമ്മെ തന്നെ പരിശോധിച്ച് പരിഹരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. അത് നിങ്ങൾക്കൊന്ന് വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു. ഈ പുസ്തകം എൻ്റെ കോവിഡ് വിശ്രമകാലം എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിനെ ചിന്തിച്ചതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് ഈ പുസ്തക രചന. എന്തായാലും അത് പരമാവധി പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു. അത് വിജയിപ്പിക്കാൻ ഒരുപാട് ആളുകളുടെ സഹായങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങളും പലരും, മക്കളും മരുമക്കളും ഒക്കെ അതിന് പ്രൂഫ് നോക്കാനും അതിന് കറക്ഷൻസ് നടത്താനൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. തന്നെ എലേന സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ രചന മനോഹരമായിട്ട് പോകട്ടെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ FCC സിസ്റ്റർ റോസലി, ഇവരൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് നല്ല താല്പര്യത്തോടെ കടന്നു വന്ന എല്ലാ സുഹൃത്തുക്കളെയും, ബന്ധുമിത്രാദികളുമെല്ലാം അഭിമാനത്തോടെ ഞാൻ കാണുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ തൽക്കാലം പരിമിതപ്പെടുത്തുന്നു. അത്യന്തം വർണ്ണാഭവും ആനന്ദദായകവുമായ ഒരു ചടങ്ങിനാണ് നാം സാക്ഷ്യം വഹിച്ചത്. ഞങ്ങളുടെ പപ്പ ശ്രീ PI സൈമൺ മാസ്റ്ററുടെ രണ്ടാമത്തെ പുസ്തകമായ ദർപ്പണത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മുന്നേ വന്നവർ ആവോളം പറഞ്ഞതിനാൽ സമയക്കുറവ് മൂലവും നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ വെളിച്ചമായി ഈ കൊറോണ കാലത്ത് പോലും തൻ്റേതായ പലത് പ്രവർത്തന ശൈലികളാൽ ഇടവക ജനങ്ങൾക്കും നാട്ടുകാർക്കും അത്താണിയായി കാര്യത്തിൻ്റെ ഹസ്തം നാനാജാതി ജനങ്ങളിലേക്ക് മികച്ച കർഷകരെ ആദരിച്ചത് നന്ദിയോടെ ഈ സന്ദർഭത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഒട്ടേറെ കർഷക പ്രിയ പദ്ധതികൾ നടപ്പിലാക്കുകയും കാർഷിക വിള പരിപാലന നടപടികൾ സ്വീകരിച്ച് ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്ത കൂത്തുപറമ്പിൻ്റെ ലളിതവും വിജ്ഞാനപ്രദവും വസ്തുതകൾ, സത്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ നിന്നും സ്വാംശീകരിച്ച് ആറ്റിക്കുറുക്കി സാധാരണക്കാരായ നമുക്ക് പകർന്നുന്ന ആ കഥ എന്നെ അത്ഭുതപ്പെടുത്തി. അറിവിൻ്റെ മായാലോകത്തിലേക്ക് ഭാവന വൈശിഷ്ട്യം കൊണ്ട് ആളുകളെ കൈപിടിച്ച് നടത്തുന്ന ശ്രേഷ്ഠ കവി തൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി നീക്കിവെക്കുകയും ഞങ്ങളുടെ